കൃപാസനം പത്രം ജൂലൈ 2025 പാർട്ട് 6. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള നയനയുടെ സാക്ഷ്യം. 3 വർഷമായി ഞാൻ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതം. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും വേക്കൻസി ഇല്ല എന്ന കാരണത്താൽ ജോലി ലഭിച്ചിരുന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എനിക്കൊരു ഗവൺമെന്റ് ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ 10 വർഷമായി എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി 1 വർഷത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചു. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നിന്നുള്ള ശോഭ റെജിയുടെ സാക്ഷ്യം. വെഞ്ചരിച്ച ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച സൗഖ്യങ്ങൾ. എനിക്ക് 20 വർഷത്തിന് മുകളിലായി തലവേദന മൂലം ഒത്തിരി സങ്കടപ്പെട്ടു. പല ഹോസ്പിറ്റലുകളിലും കാണിച്ചെങ്കിലും കുറവില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ 5 വർഷത്തിലേറെയായി വഴിയില്ലാത്തതിനാൽ ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ സാധിച്ചില്ല. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ടൊരു കാശുരൂപം തന്നു. അതുപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ സ്ഥലം വിൽക്കുന്നതിനും പുതിയൊരു സ്ഥലം വാങ്ങാനും സാധിച്ചു. ഭർത്താവിന് 20 വർഷത്തിലേറെയായി നടുവേദന മൂലം മൈസൂർ വരെ ചികിത്സയ്ക്കായി പോയിട്ട് കുറവില്ലായിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. തൃശ്ശൂരിൽ നിന്നുള്ള ജിനിലിന്റെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ ഒറ്റ സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയിൽ കിട്ടിയ ഞെട്ടിക്കുന്ന രോഗസൗഖ്യം. എനിക്ക് പൈൽസ്, ഫിസ്റ്റുല ഇങ്ങനെ ബുദ്ധിമുട്ടേറിയ പല രോഗങ്ങളും ഉണ്ടായിരുന്നു. വേദന സഹിക്കാതെ പല ഡോക്ടർമാരെയും കണ്ടെങ്കിലും എല്ലാവരും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പേടിയായതിനാലും സാഹചര്യം ഒത്തുവരാത്തതിനാലും 7 വർഷത്തോളം ഞാൻ ആ വേദനയുമായി നടന്നു. അസുഖം കൂടിയപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയോട് എനിക്ക് ആരുമില്ല, ഓപ്പറേഷൻ കൂടാതെ എനിക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ തന്ന സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം മുതൽ എനിക്ക് ബ്ലീഡിംഗ് വരവ് നിന്നു. പരിശുദ്ധ അമ്മ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പത്തനംതിട്ട റാന്നിയിൽ നിന്നുള്ള ബിന്ദുവിന്റെ സാക്ഷ്യം. ഉടമ്പടി ഉപ്പിന്റെ ശക്തമായ വിശ്വാസ പ്രയോഗ സാക്ഷ്യവും തൊഴിൽ മേഖലയിൽ ലഭിച്ച അഭിവൃദ്ധിയും. എൻ്റെ ഭർത്താവിന് 3 വർഷം മുമ്പ് ജോലി നഷ്ടപ്പെട്ടു. ആ ഓണറിന്റെ കീഴിൽ പല കമ്പനികളിൽ താൽക്കാലികമായ ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം പുതിയതായി ഒരു കമ്പനി തുടങ്ങുകയാണ്, നീ ചൊവ്വാഴ്ച വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. പരിശുദ്ധ അമ്മ നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. കൂടാതെ ഞങ്ങളുടെ വീടിന്റെ മുമ്പിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് മുറ്റത്തേക്ക് വീണു. എഞ്ചിനീയർ ഭിത്തി വീണ്ടും കെട്ടുന്നതിന് അളവെടുക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ വീടിന്റെ കുറച്ചു ഭാഗം പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടാതെ തന്നെ സംരക്ഷണ ഭിത്തി കെട്ടി. അങ്കമാലി ആനപ്പാറയിൽ നിന്നുള്ള ആൻഡ്രൂ തോമസിന്റെ സാക്ഷ്യം. ഉടമ്പടി എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. ഞാൻ 10 വർഷമായി മദ്യപാനത്തിനടിമയായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2ാം മാസം എനിക്ക് മദ്യപാനം നിർത്തുന്നതിന് സാധിച്ചു. കൂടാതെ എൻ്റെ മകന് വിദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി വർഷങ്ങളായി ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. മാനസികവും സാമ്പത്തികവുമായി വളരെ ബുദ്ധിമുട്ടിലായി. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകന് ജർമ്മനിയിൽ ജോലി ലഭിച്ചു. കണ്ണൂർ പ്ലാത്തോട്ടത്തിൽ നിന്നുള്ള മിനിയുടെ സാക്ഷ്യം. 12 വർഷമായി എനിക്ക് 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത നടുവേദനയായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് ചെയ്തു തന്നത്. 12 വർഷമായി എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത നടുവേദനയായിരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി എല്ലാ മരുന്നുകളും പരീക്ഷിച്ചുവെങ്കിലും ഫലമില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ വേദന പൂർണ്ണമായും സുഖപ്പെട്ടു. പിന്നീട് ഇതുവരെ എനിക്ക് അസുഖമുണ്ടായിട്ടില്ല. 2 വർഷമായി ഒരു മരുന്നും കഴിക്കുന്നില്ല. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. കൂടാതെ ഇയർ ബാലൻസിന്റെ പ്രശ്നവും ഉണ്ടായിരുന്നു. തലകറക്കവും ഛർദിയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നവും പൂർണ്ണമായി മാറിക്കിട്ടി.
മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിനും സാധിക്കുന്നു. കോട്ടയം തലയോലപ്പറമ്പിൽ നിന്നുള്ള ലിസി പോളിന്റെ സാക്ഷ്യം. 40 വർഷമായി നെഞ്ചിൽ എന്തോ ഭാരമുണ്ടായിരുന്നു. ഉടമ്പടിയെടുത്ത സമയത്ത് തന്നെ അത് മാറിക്കിട്ടി. 40 വർഷമായി എൻ്റെ അമ്മയ്ക്ക് നെഞ്ചിൽ എന്തോ ഭാരമുണ്ടായിരുന്നു. പല ഡോക്ടർമാരെയും കാണുമ്പോൾ ഗ്യാസ് ആണെന്നും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്നും പറയുമായിരുന്നു. അമ്മ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പോലും ഞെട്ടുന്ന ഒരു രീതിയായിരുന്നു. അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ നെഞ്ചിൽ നിന്ന് എന്തോ ഭാരം പോകുന്നതായി അനുഭവപ്പെട്ടു. 3 വർഷമായി ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. കൂടാതെ BSc നഴ്സിംഗിന് പഠിക്കുന്ന എനിക്ക് സെക്കൻഡ് ഇയറിൽ ഒരു സബ്ജക്റ്റ് പോയി. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പാസ്സാകുന്നതിനും 10 മാർക്ക് കൂടുതൽ തന്ന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ബാംഗ്ലൂരിൽ നിന്നുള്ള വിദ്യയുടെ സാക്ഷ്യം. ഓവറിയിൽ സിസ്റ്റ് ഉള്ളതുകൊണ്ട് ഇനി പ്രഗ്നന്റ് ആകില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉടമ്പടിക്ക് ശേഷം അടുത്ത സ്കാനിങ്ങിൽ സിസ്റ്റ് അപ്രത്യക്ഷമായി. എനിക്ക് 2014 മുതൽ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഓവറി നീക്കം ചെയ്തിരുന്നു. രണ്ടാമത്തെ ഓവറിയിലും സിസ്റ്റ് ഉള്ളതുകൊണ്ട് ഇനി കുട്ടികൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പല ഡോക്ടേഴ്സിനെയും കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലും മരുന്നുകളൊന്നും ഫലിച്ചില്ല. പിന്നെ ഞങ്ങൾ രണ്ടാമതൊരു കുട്ടി വേണ്ട എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ സിസ്റ്റ് ഇല്ല എന്ന് കണ്ടു. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. തിരുവനന്തപുരം കണ്ണമൂലയിൽ നിന്നുള്ള ജയ്മോൾ സുമിത്തിന്റെ സാക്ഷ്യം. ഞാൻ ജോസഫ് അച്ഛനോട് ക്യാൻസറിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അടുത്ത ടെസ്റ്റിൽ സംഭവിച്ചത്. എനിക്ക് വയറുവേദന വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ബ്ലീഡിങ്ങും പെയിനുമായി വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ക്യാൻസർ ആന്റിജൻ ടെസ്റ്റ് ചെയ്യുകയും ക്യാൻസറിന് സാധ്യതയുള്ളതിനാൽ MRI ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ക്യാൻസറിന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ തന്ന സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ വേണ്ട, സിസ്റ്റ് ഒന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കൊല്ലം ഇരവിപുരത്ത് നിന്നുള്ള ടാനിയയുടെ സാക്ഷ്യം. ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് എൻ്റെ രോഗസൗഖ്യം. എനിക്ക് 23 വർഷമായി കാലിലെ 2 തള്ളവിരലിലും കുഴിനഖം വന്ന് ഉള്ളിലോട്ട് കുഴിഞ്ഞ് ദ്രവിച്ചിരിക്കുന്നതിനാൽ നഖത്തിലോട്ട് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ 2 സെന്റിമീറ്റർ ഉള്ളിലോട്ട് കയറിപ്പോകും. ഭയങ്കര ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും വെഞ്ചിരിച്ചുപ്പും കാലിൽ പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കൂടാതെ ഇടത് ചെവിയുടെ വേദന മൂലം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലായിരുന്നു. ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇടത് ചെവിയിൽ പഴുപ്പുള്ളയാളെ സുഖപ്പെടുത്തുന്നുവെന്ന് സന്ദേശം പറഞ്ഞ ശേഷം എനിക്ക് സൗഖ്യം ലഭിച്ചു.